ഹലോ, വെൽക്കം ടു ജെവോഗസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് എല്ലാം കവർ ചെയ്തു. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഇതൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഏതൊക്കെ നമ്പർ സെറ്റ്സിൻ്റെ കേസിൽ, ഏതൊക്കെ ഓപ്പറേഷൻസിൻ്റെ കേസിലാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൂടെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കണം. 3/7 പ്ലസ് -6/11 പ്ലസ് -8/21 പ്ലസ് 5/22. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ ഈ സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതൊരു ഫ്രാക്ഷനും ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ലൈക്ക് ആയിരിക്കണം. അതായത് ലൈക്ക് ഡിനോമിനേറ്റേഴ്സ്, സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അൺലൈക്ക് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ തന്നെ ഒരേപോലത്തെ ഡിനോമിനേറ്റർ ആയിട്ട് മാറ്റണം. ഇപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 7, 11, 21, 22 അതൊക്കെയാണ്. ഈ നമ്പേഴ്സിനെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറായി മാറ്റണം. ആ നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിൻ്റെ LCM ആയിരിക്കും, നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 462 ആണ്. 462. ഇനി LCMനെ പറ്റി ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഇത് ജസ്റ്റ് എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക, 7, 11, 21 and 22. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 7 പിന്നെ ഒന്നും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ 7 തന്നെയായിരിക്കും. 11 പറ്റില്ല, അപ്പോൾ 11 എഴുതും. 21 നമുക്ക് 3 times 7 എഴുതാൻ പറ്റും. 22 നമുക്ക് 2 times 11 എഴുതാൻ പറ്റും. ഇനി ഇതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറാണ് നമ്മൾ ഫാക്ടറൈസേഷനിൽ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 7 കൺസിഡർ ചെയ്യാം, പിന്നെ 11 കൺസിഡർ ചെയ്യാം, പിന്നെ 3 കൺസിഡർ ചെയ്യാം. 7 വേണ്ട, കാരണം 7 നമ്മൾ ഓൾറെഡി എടുത്തു. 3. ഇനി ഇവിടെ എന്താ 2 and 11 ഉണ്ട്. 11 വേണ്ട, അപ്പോൾ 2 മാത്രം മതി ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും 462 എന്ന് പറയുന്നത്. 7 times 11 എന്താ 77. 77 times 3 അഥവാ 77 times 6 അല്ലേ, 77 times 6. ഈ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് 462 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് LCM. ഇനി ഈ കേസിൽ ഈ ഡിനോമിനേറ്റേഴ്സിനെ നമുക്ക് LCM ആയ 462 ആയിട്ട് മാറ്റണമെങ്കിൽ എല്ലാ ഫ്രാക്ഷനെയും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 3/7 കൺസിഡർ ചെയ്യുമ്പം അതിനെ ഒരു ഫ്രാക്ഷനായി മാറ്റണം. അതിൻ്റെ ഡിനോമിനേറ്റർ 462 ആണ്. അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഡിനോമിനേറ്ററിൽ മാത്രം ചെയ്യാൻ പറ്റില്ല. ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. 7 ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് 462 ലഭിക്കുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, 462/7 എന്താണെന്ന് നോക്കിയാലും മതി അല്ലേ. ഇതെന്താണ് ആൻസർ, 66 അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 66 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. 66 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഡിനോമിനേറ്റർ 462 എന്ന് കിട്ടും, ന്യൂമറേറ്റർ നമുക്ക് 198 എന്ന് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ തന്നെ 198/462 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ 3/7 നിന്നും നമുക്ക് 198/462 എന്ന് കിട്ടുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് -6/11. അതിനെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. 11 നമ്മൾ 462 ആയിട്ട് മാറ്റണം. ഈ -6/11 കേസിൽ ഈ 11 നമുക്ക് 462 ആയിട്ട് മാറ്റണം. അതിനുവേണ്ടി ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 462നെ 11 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ നമ്പർ കിട്ടും. 11 times 4 എന്താ 44. 46 -44 എന്ന് പറയുമ്പോഴത്തേക്ക് അത് 2 ആണ്. അത് 42 ആണെന്ന് കിട്ടി അല്ലേ. 42നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 42 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് 462 കിട്ടുന്നു. ന്യൂമറേറ്ററിനെയോ, അതായത് 42 times -6 ആയിരിക്കും അല്ലേ. അതിൻ്റെ ആൻസർ നമുക്ക് എന്താ കിട്ടുക,
252 എന്ന് ലഭിക്കും. നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് ഇത് നെഗറ്റീവ് 252 ആയിരിക്കും. രണ്ടാമത്തെ ഫ്രാക്ഷൻ പാരന്തസിസിന്റെ ഉള്ളിൽ എഴുതാം, നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് 252 ഓവർ 462. അടുത്ത ഫ്രാക്ഷനും, അതായത് രണ്ട് ഫ്രാക്ഷനും കൂടിയുണ്ട്, അതിനെയും കൂടെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതാൻ നേരത്ത് പ്ലസ് നെഗറ്റീവ് 176 ഓവർ 462 പ്ലസ് 105 ഓവർ 462 എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതായത് ഇതാണ് ഇപ്പോഴത്തെ ഞാൻ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഈ ഒരു എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഇതിനെയാണ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എളുപ്പമാണ് നമുക്ക് സോൾവ് ചെയ്യാൻ, കാരണം ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറേറ്റേഴ്സ് തമ്മിലുള്ള അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം ലൈക്ക് ഡിനോമിനേറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇതിനെ കമ്പൈൻ ചെയ്ത് ഒന്നും കൂടി ഇവിടെ ഒന്ന് എഴുതുകയാണ്. 192 ഓവർ 462 പ്ലസ് നെഗറ്റീവ് 252 ഓവർ 462 plus negative 176 over 462 plus 105 over 462. ഇനി ഇതിനെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും. 198 minus 252 minus 176 plus 105 over 462 ആയിരിക്കും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നെഗറ്റീവ് 125 എന്നായിരിക്കും. ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 462 ആയിരിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് 125 ഓവർ 462 ആണ്. ഇങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ബേസിക്കായിട്ട് LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചതിന് ശേഷം ആ LCM ഡിനോമിനേറ്ററായി വരുന്ന രീതിയിൽ ഓരോ ഫ്രാക്ഷനെയും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈസി ആയിട്ട് നിങ്ങൾക്ക് അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. സൈൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ സോൾവ് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അതും വളരെ ഈസിയാണ്, കാരണം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 3/7 നെഗറ്റീവ് 6/11 ആൻഡ് നെഗറ്റീവ് 8/21 ആൻഡ് 5/22 ആണ്. ഈ 7ഉം 21ഉം ഉള്ള ടേംസ്, അതായത് ഫസ്റ്റത്തെ ഫ്രാക്ഷനും മൂന്നാമത്തെ ഫ്രാക്ഷനും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് ഞാൻ ഇങ്ങനെ ഇതിനെ കമ്പൈൻ ചെയ്താണ്. രണ്ടാമത്തെ രീതിയിൽ ഞാൻ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാണെന്ന് വിചാരിക്കുക. 3/7 പ്ലസ് നെഗറ്റീവ് 8/21. അതായത് ഞാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്, കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഞാൻ അതിനെ റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് 6/11 പ്ലസ് 5/22. ഇങ്ങനെ എഴുതുന്നതിനുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഈ 7ഉം 21 ഈസി ആയിട്ട് നമുക്ക് 3 വെച്ച് ഫസ്റ്റ് ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? 9/21 എന്ന് കിട്ടില്ലേ? 9/21. നെക്സ്റ്റ് ഫ്രാക്ഷൻ എന്താ? നെഗറ്റീവ് 8/21. ഇവിടെ നോക്കിക്കേ, സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ അവിടെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. രണ്ടാമത്തെ സെക്ഷനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഫ്രാക്ഷനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നെഗറ്റീവ് 6 times 2 എന്താണ്? 12/22 എന്ന് വരും. പ്ലസ് 5/22. ഇനി ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഫസ്റ്റത്തേത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. 9 - 8 എന്താ? 1/21 പ്ലസ് ഇവിടെ എന്താ? നെഗറ്റീവ് 12 പ്ലസ് 5 എന്നായിരിക്കും വരിക അല്ലേ? എന്തായിരിക്കും കിട്ടുന്നത്? നെഗറ്റീവ് 7 എന്ന് കിട്ടും. നെഗറ്റീവ് 7/22 എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. 21ൻ്റെയും 22ൻ്റെയും LCM എന്ന് പറയുന്നത് 462 ആണ്. നേരത്തെ അതേ ആൻസർ തന്നെ നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്തത് എന്താ? വ്യത്യാസമായിരുന്നു എന്ന് മാത്രം. 462 ആണ്. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ 22 - 147 ആയിരിക്കും. കാരണം ഇതിനെ ഫസ്റ്റ് ഫ്രാക്ഷന് നമ്മൾ എന്താ പറയുക 22 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് ഫ്രാക്ഷന് 21 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്താലും മതി. അതെന്തായിരുന്നു? A/B പ്ലസ് C/D എന്ന് പറയുമ്പോൾ AD പ്ലസ് BC/BD ആണ്. അപ്പോൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് 125/462 ആണ്. സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടി. നേരത്തെ ലഭിച്ച അതേ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. ഇതാണ് ഇപ്പോൾ ലഭിച്ച ആൻസർ. ഇതാണ് നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ലഭിച്ച ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മെത്തേഡ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയും.